ജീവനുള്ള ദൈവനാമത്തിന് മഹത്വം ഏർപ്പാൻ ദൈവമടിയനും ഒരു വട്ടം കൂടെ ഇവിടെ നിൽക്കുവാൻ ദൈവം നൽകിയ നല്ലൊരു അവസരത്തെ ഒത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ സങ്കീർത്തനമായിട്ടാണ് നിൽക്കാറുള്ളത്. പക്ഷേ ഇന്ന് കഴിഞ്ഞിടയിൽ ദൈവം അടിയൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയോർത്ത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞങ്ങൾ ഇവിടുന്ന് ഒക്ടോബർ മാസം 26 ഇവിടുന്ന് സ്കോട്ട്ലാൻഡിലേക്ക് പോയി. അവിടെ ഞങ്ങൾ നിന്നു. അത് സൺഡേ ആയിരുന്നു. ഉച്ചയ്ക്ക് അവിടെ എത്തി, അവിടെ സ്റ്റേ ചെയ്തു. എല്ലാം നോർമലായിട്ട് പോയി. നെക്സ്റ്റ് ഡേ 27 മിക്കായലിൻ്റെ VFSലെ പാസ്പോർട്ടിന് വേണ്ടിയുള്ള അപ്പോയിൻമെൻ്റ് ആയിരുന്നു. പക്ഷെ അന്ന് രാവിലെ മൺഡേ ഞങ്ങൾ ഗാബിയും ഞാൻ ഒരുമിച്ചാണ് കിടന്നത്. അന്ന് രാവിലെ എണീച്ച് നോക്കിയപ്പോൾ 5 മണിക്ക് അവന് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ വരുന്ന പോലെ പനിയല്ലേ, കുഴപ്പമില്ല, അവനും എല്ലാം നോർമലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കഫം ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അവന് ചുമയുണ്ടായിരുന്നു, അപ്പോൾ കഫം ഛർദ്ദിക്കുമല്ലേ. ഒരു 7 മണിയോടെ അവന് വീണ്ടും ഞങ്ങൾ പാരസെറ്റമോൾ കൊടുത്തു. അവൻ മയങ്ങി കിടന്നു. അവൻ കഴിക്കുന്നതെല്ലാം ഛർദ്ദിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, ഞാനും ബിൻസിയും മിക്കായലും പിന്നെ ഞങ്ങൾ VFSന് അപ്പോയിൻമെൻറ്റിലേക്ക് പോയി. മമ്മിയും കസിനും വീട്ടിലുണ്ടായിരുന്നു. ഉച്ചയായിട്ട് അവൻ്റെ പനി കുറയുന്നില്ല, 40 ഡിഗ്രി ആയിട്ട് അന്ന് അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു GPയിൽ വിളിച്ചു സംസാരിച്ചു. കാരണം രണ്ട് ട്രസ്റ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വിളിക്കാം, ഇഫ് ഇറ്റ്സ് പോസിബിൾ ഓർ നോട്ട്. അന്ന് അവിടെ നടന്ന എല്ലാം ദൈവം വെൽ പ്ലാൻഡ് ആക്കിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് ചെയ്തത്. കാരണം ആ കിട്ടിയ അപ്പോയിൻമെൻറ്റിൻ്റെ സമയം ഒന്ന് മുമ്പോട്ടോ അല്ലെ ഒന്ന് പുറകോട്ടോ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായിരിക്കും ഞങ്ങൾക്ക് വരായിരുന്നത്. കാരണം 3 മണിയോടെ അവൻ്റെ ശരീരത്തിൽ നമ്മൾ വൈറ്റ് പേപ്പറിൽ ഒരു റെഡ് പേന വെച്ച് ഡോട്ട് ഇടുന്ന രീതിയിലാണ് ഒരു റാഷ് ഉണ്ടായത്. അവൻ അവിടെ ചെന്നപ്പോഴേക്കും അവന് ഭയങ്കരമായിട്ട് ദാഹമായിരുന്നു. അവർ വെള്ളം കൊടുക്കുന്നു, അവൻ ഛർദ്ദിക്കുന്നു. പക്ഷെ അവൻ ഇതുവരെ വെള്ളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ദാഹമായിരുന്നു. ഞങ്ങൾ പിന്നെ VFSൽ ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ GPയിലേക്ക് പോയി. അവനെ കണ്ട നേഴ്സ് ഔട്ട് ഓഫ് ഹർ എക്സ്പീരിയൻസ്, ഓർ ഐ വുഡ് സേ ഗോഡ് ഡിഡ് മിറാക്കിൾ ഇൻ ഹർ ലൈഫ്, ദാറ്റ് പുള്ളിക്കാരി പറഞ്ഞു, I don't think this is a normal fever. പുള്ളിക്കാരി പറഞ്ഞു, maybe he might be having meningitis. As a safety, I will give him first dose of antibiotics. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവന് പുള്ളിക്കാരി ഒരു ഡോസ് കൊടുത്തു ആസ് എ സേഫ്റ്റി മെഷർ. അന്ന് ആ GPയിൽ അവിടെ പീഡിയാട്രിക് ഡോക്ടർ ആയിരുന്ന ആ ഡോക്ടറിൻ്റെ ലൈഫിൽ ഇതൊരു ഫസ്റ്റ് കേസായിരുന്നു. പുള്ളിക്കാരനത് മനസ്സിലായില്ല എന്താന്ന്. കാരണം തൻ്റെ ജീവിതത്തിൽ ഇതുവരെ താൻ കണ്ടിട്ടില്ല, താൻ കേട്ടിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു റാഷ് എന്നുള്ളത് അത് മൾട്ടിപ്ലൈ ആയി തുടങ്ങി. 1 10 10 100 അങ്ങനെ അത് പിന്നെ ഒരു വലിയൊരു രീതിയിൽ അത് സ്പ്രെഡായി. അവൻ്റെ തല തൊട്ട് കാല് വരെ അത് സ്പ്രെഡായി. അവരുടെ രീതിയിൽ അവർ എക്സാമിനേഷൻ എല്ലാം ചെയ്തു. എന്നിട്ട് അവർ നേരെ ഒരു ആംബുലൻസ് കോൾ ചെയ്തു. അവിടെ ബേസിക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവിടെ അടുത്തുള്ള ഒരു കിർക്കാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് റോയൽ വിക്ടോറിയ ഹോസ്പിറ്റലിൽ അവർ വിളിച്ചു പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ പീഡിയാട്രിക്കും വേറെ പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാരെയും ഒരു ടീമിനെയും അറൗണ്ട് ഒരു 20 പേര് അടങ്ങുന്ന ഒരു ടീം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ആദ്യം ഒരു ആംബുലൻസ് വന്നു. അവർ പറഞ്ഞു ഇതിൽ പറ്റത്തില്ല, വി നീഡ് എ ബിഗർ വൺ. അടുത്ത ആംബുലൻസ് ഉടനടിയായി വന്നു. ഞങ്ങളോട് പറഞ്ഞു ആസ് എ സേഫ്റ്റി മെഷർ ഞങ്ങളിവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല.
മനസ്സിൽ പോകാവുന്ന ചിന്തകളെല്ലാം പോയി. അവൻ സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു, ഇറ്റ്സ് എ സേഫ്റ്റി മെഷർ ജസ്റ്റ് ടു സേവ് ഹിം. അത് കഴിഞ്ഞ് ഞങ്ങളെ ആംബുലൻസിൽ അവിടെ എത്തിച്ചു. കിർക്കാടിയിലെ റോയൽ വിക്ടോറിയ ഹോസ്പിറ്റലിൽ അവനെ എത്തിച്ചു. ANയിൽ അവനെ നേരെ they were all prepared for him. അപ്പോഴത്തേക്ക് അവർ ഞങ്ങളോട് വന്ന് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്തു. എന്താണ് എങ്ങനെയാണ്, കാരണം രാവിലെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവനെ പനിച്ച് കണ്ടതാ. അത് കഴിഞ്ഞ് ഈ ഒരു നിലയിലാണ് അവനെ കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചില്ല, എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞാനും ബിൻസിയും ആംബുലൻസിൽ അവിടെ എത്തി. അവർ കൊടുക്കാവുന്ന IV എണ്ണാൻ പറ്റാവുന്നതിൽ അധികമായിട്ട് അവർ കൊടുത്തു. പക്ഷെ അവൻ്റെ BP ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ മേലോട്ട് പോകുന്നത് കണ്ടു. പല ഡോക്ടർമാർ വന്നു നോക്കി. അവർ പെട്ടെന്നൊരു മീറ്റിംഗ് അവിടെ ചെയ്തു. അപ്പോഴത്തേക്ക് അവൻ്റെ ബ്ലഡുകൾ എടുത്തു തുടങ്ങി. അവർ ക്വിക്ക് ടെസ്റ്റ് അവിടെ തുടങ്ങാൻ സ്റ്റാർട്ടായി. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ഇടം വലും അവൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അവർ വരുന്നു, അവർ IV കുത്തുന്നു. രണ്ട് കൈയിലും അവർ കാനിലിട്ട്, റൈറ്റ് കാലിലും അവർ കുത്തി. കൊടുക്കാവുന്ന പരമാവധി അവർ ചെയ്തു. പക്ഷെ ഒന്നും എഫക്റ്റ് ആവുന്നില്ല. കാരണം അവൻ്റെ ശരീരത്തിൽ ആ ബ്ലഡിൽ ഇൻഫെക്റ്റഡായ ബാക്ടീരിയ അത്രയ്ക്കും അവൻ്റെ ശരീരത്തിൽ അത് ബാധിക്കാൻ തുടങ്ങി. ഒരു ഡോട്ട് എന്ന രീതിയിലാണ് അത് തുടങ്ങിയത്. പിന്നെ അതൊരു വലിയൊരു രീതിയിലാണ് അതായിത്തീർന്നത്. അവൻ്റെ തലയിലും മുഖത്തും പിന്നെ ശരീരത്തിലും എല്ലാം. പിന്നെ അത് കാലിലേക്ക് വൈഡായിട്ട് അത് സ്പ്രെഡായി. ഡോക്ടർമാർ നെക്സ്റ്റ് ദേ സെഡ് വാസ് വി ആർ ഗോയിങ് ടു സെഡേറ്റ് ഹിം. ഞങ്ങൾ രണ്ടുപേരും അവന് ചുറ്റും ഇരുന്ന് കരയുമ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞത്, എന്തിനാ നിങ്ങൾ കരയുന്നത്? നമുക്ക് വീട്ടിൽ പോലെ മമ്മി പപ്പയെ കരയിലെന്ന് പറഞ്ഞു. നോർമലായിട്ട് ഞങ്ങളോട് സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് ബിൻസൂൻ, അച്ഛാ ഞങ്ങളുടെ കൊച്ചിനെ മയക്കാൻ പോകുന്നു. ഞങ്ങൾ വാവിട്ട് കരഞ്ഞു. ഞങ്ങൾ മാനുഷിക നിലയിൽ ചിന്തിക്കാൻ തുടങ്ങി. അന്നേരം ഞങ്ങളോട് അടുത്തിരുന്ന ഡോക്ടറിനോട് അടിയൻ കൈ കൂപ്പി പറഞ്ഞു, ഐ വിൽ നെവർ റിട്ടേൺ ടു എഡിൻബറ, ജസ്റ്റ് സേവ് മൈ സൺ. കാരണം സയൻറ്റിഫിക്കലി അവൻ മരണത്തിനോട് അടുത്തു പോവുകയായിരുന്നു എന്നതാണ് അവരുടെ നിഗമനം. അവർ പറഞ്ഞു, വി നീഡ് ടു ടേക്ക് എ ക്വിക്ക് ആക്ഷൻ. പെട്ടെന്ന് തന്നെ അവർ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി അവനെ വെന്റിലേറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് തിയേറ്ററിൽ കൊണ്ടുപോയി അവന് സെൻട്രൽ ലൈൻ ഇട്ടു. ആ സമയത്ത് എന്നെയും ബിൻസിയും അവിടെ നിന്ന് മാറ്റി. ഞങ്ങളുടെ കസിൻസ് അവിടെ ഉണ്ടായിരുന്നു, അവർ വന്നു. ആ സമയത്ത് എനിക്ക് വിളിക്കാവുന്ന സകലരെയും ഞാൻ വിളിച്ചു. അന്ന് നമ്മുടെ മെൻസ് മീറ്റിംഗ് ആയിരുന്നു. ഞാൻ റോമിൻചാനെയും റോണച്ചാനെയും ബിനിച്ചാനെയും എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, അച്ഛാ എൻ്റെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന്. വിളിക്കാവുന്ന പാസ്റ്റർമാരെല്ലാവരും ഞാൻ വിളിച്ചു. ആ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോ ദൈവമക്കൾക്ക് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ ഏവരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവം അവനെ വിടുവിച്ചത്. അന്ന് റോണച്ചൻ എന്നോട് ആ സമയത്തൊരു കാര്യം പറഞ്ഞു. ഞാനും നിന്റെ ഈ വഴി കൂടെ ഞാൻ പോയിട്ടുണ്ട്.
നിൻ്റെ വേദന എനിക്ക് മനസ്സിലാവുന്നു. അന്നാണ് എനിക്ക് അവരുടെ യഥാർത്ഥമായിട്ടുള്ള വേദന മനസ്സിലായത്. എന്നെ അച്ഛൻ ആ സമയത്ത് എന്നോട് സംസാരിച്ച് എന്നെ ശാന്തനാക്കി. ഇപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചിൻ്റെ ജീവനാണ് വലുത്. നീ ശാന്തമായിട്ട് ഡോക്ടർമാർ പറയുന്നത് കേട്ട് വൈസ് ഡിസിഷൻ എടുക്കണം എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടുന്ന് എഡിൻബറ ചിൽഡ്രൻസ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അവർ വിളിച്ചു. അവിടുന്ന് ഒരു ടീം തിങ്കളാഴ്ച രാത്രി 12 മണിയോടെ അവിടെ എത്തി. അത് കഴിഞ്ഞ് 1:30 ആയപ്പോൾ അവനെ എഡിൻബറ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ദൈവമക്കൾ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ ആ സമയത്ത് അവിടെ ഓടി വന്നു. അവനെ അവിടെ വെന്റിലേറ്ററിൽ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഞങ്ങളെല്ലാം ഒരു റൂമിലായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് അവനെ പോയി കാണാം. അവർ ഞങ്ങളോട് പറഞ്ഞു, ഹിസ് ഇൻഫെക്ഷൻ ലെവൽ ഇസ് ടു ഹൈ. ഓരോ സമയവും അവർ നോക്കുമ്പോഴും CRP ലെവൽ യൂഷ്വലി 5 വേണ്ടത്. അത് അവർ നോക്കുമ്പോഴെല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം അത് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് 100 200 250 300 400 ലാസ്റ്റ് അത് 550 വരെ എത്തി. ഞങ്ങൾ അവരോട് ചോദിക്കുമ്പോഴെല്ലാം അവർ ഞങ്ങൾക്ക് ഒരു ഹോപ്പും തന്നിട്ടില്ല. അവർ പറഞ്ഞത് ഹീസ് എ സിക്ക് ബോയ്, ഹീസ് വെരി സിക്ക്. ആ സമയത്ത് നിങ്ങൾ പലരും ഞങ്ങളെ വിളിച്ചു, ഞങ്ങളെ ആശ്വസിപ്പിച്ചു. പാടാവുന്ന പാട്ടുകളെല്ലാം ഞാൻ പാടി, അറിയാവുന്ന വാക്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ ദിവസങ്ങൾ ഞങ്ങൾ കരയാത്ത സമയങ്ങളില്ല. പക്ഷെ ദൈവം അടിയനെ ബലപ്പെടുത്തി. നിങ്ങളേവരും ഞാൻ എന്നെ വിളിച്ചു. പലപ്പോഴും നിങ്ങളുടെ ഫോണുകൾ ഞാൻ എടുത്തില്ല. കാരണം ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയാത്തൊരു സാഹചര്യമായി പോയി. ബുധനാഴ്ച രാവിലെ ദൈവം അടിയനോട് സംസാരിച്ചു. ഒരു വാക്യം ഇങ്ങനെയാണ് തന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യമാണ്. ഒന്ന് വായിക്കാൻ പറ്റുന്നെങ്കിൽ. Second Kings chapter 6 verse 16. അന്ന് ദൈവം എന്നെ ബലപ്പെടുത്തി. നിന്നോടുള്ളവൻ ആ രോഗത്തിനേക്കാൾ വലിയവനാണ്, അതിലും കൂടുതലാണ്. അതിനു മുമ്പ് ദൈവം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഫിയർ നോട്ട്. അന്ന് ഞായറാഴ്ച ഞാൻ സഭായോഗത്തിന് പോയപ്പോഴും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യം ആണ് അന്ന് പ്രസംഗിച്ചത്. അതിൻ്റെ തുടക്കത്തിലും ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത്, ഭയപ്പെടേണ്ട. കാരണം ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഒരു ഹോപ്പില്ലായിരുന്നു, അവൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന്. അവനെ പോയി നോക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു. അവൻ്റെ ശരീരത്തിൻ്റെ പാടുകൾക്ക് കുറവില്ല. അവൻ്റെ BP കൂട്ടുവാനുള്ള, സ്റ്റേബിൾ ചെയ്യാനുള്ള 4 ഹൈ ഡോസ് മരുന്നുകളാണ് ഒരേ സമയം പൊയ്ക്കൊണ്ടിരുന്നത്. അവനെ സെഡേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ 2 മരുന്നുകൾ ആ സമയം അവൻ്റെ ബോഡിയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഫ്ലൂയിഡ് വേറൊരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം 8 മെഡിസിൻസാണ് അവൻ്റെ ശരീരത്തിൽ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവൻ്റെ ബോഡി ഫ്ലൂയിഡ് കാരണം കൊണ്ട് ചീർത്തു. ആ സൺഡേ അവിടെ ഒരു ദൈവദാസൻ വന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളേവരും പ്രാർത്ഥിച്ചു. ദൈവദാസൻ നാട്ടിലായിരുന്നെങ്കിലും സഭ ഒന്നാകെ പ്രാർത്ഥിച്ച് ആ വിഷയത്തിന് മേൽ, ആ രോഗത്തിന് മേൽ നമ്മൾ ജയമെടുത്തു. അത് കഴിഞ്ഞ് CRP ലെവൽ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ അത് താഴേക്ക് വരാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് കണ്ടു തുടങ്ങിയപ്പോൾ
ഡോക്ടർ പറഞ്ഞു വി വിൽ സ്റ്റാർട്ട് റെഡ്യൂസിങ് ദ മെഡിസിൻ. അവൻ്റെ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാൻ തുടങ്ങി. അവന് ബോധം വന്നു. അവൻ ICUലേക്ക് മാറ്റിയപ്പോൾ അവൻ്റെ ബോഡിയിൽ ഫീവർ സ്റ്റാർട്ടായി. ഞങ്ങൾ വീണ്ടും തകർന്നു. ദൈവമേ, മരണത്തിൽ ഞങ്ങളുടെ കൊച്ചിനെ വിടുവിച്ച് ഇനി രണ്ടാമത്തേതിന് എന്താ പിതാവേ. അന്നെല്ലാം ദൈവം ഞങ്ങളെ നടത്തി. അവിടുത്തെ സഭയിലുള്ളവർ ഞങ്ങളെ വന്ന് കണ്ട് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഇവിടുന്നും നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അടിയനെയും അടിയൻ്റെ കുടുംബത്തെയും ഓർത്ത് അവിടെ വന്ന് ഫോൺ ചെയ്തും ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞങ്ങൾ ആ തകർന്നു പോയ സമയത്ത് നിങ്ങളേവരും ഞങ്ങളെ കൈപിടിച്ച് ഞങ്ങളുടെ കൂടെ നിന്നതിനായി ദൈവനാമത്തിൽ നിങ്ങളേവരെയും നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു അവന് റൈനോ വൈറസ് അവിടെ കിട്ടി. അവിടുന്ന് പിന്നെ അവനൊരു ക്യൂബിക്കിലേക്ക് ഐസൊലേഷനിലേക്ക് മാറ്റി. ഈ ഒരു സമയങ്ങളിൽ അവൻ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ ഞങ്ങളോട് വേറൊരു കാര്യം പറഞ്ഞത്. അന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എൻ്റെ ദൈവം എത്ര വലിയവനെന്ന്. അവർ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഫസ്റ്റ് വി വർ നോട്ട് ഷുവർ ഇഫ് ഹി വുഡ് മേക്ക് ഇറ്റ്. അവൻ തിരിച്ചു വന്നാൽ അവൻ്റെ കൈ മുറിക്കേണ്ടതായിട്ടോ അല്ലെ കാല് മുറിക്കേണ്ടതായിട്ടോ വരുമോ എന്നാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആ ഡോക്ടറിനോട് പറഞ്ഞു, മൈ ഗോഡ് ഹാസ് നെവർ ലെഫ്റ്റ് മീ. അവനെ നോക്കിയ നേഴ്സ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഹീ ഈസ് എ മിറാക്കിൾ ബേബി. ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ്, നമ്മൾ എന്ത് പ്രതിസന്ധി കൂടെ പോയാലും ഒരു നാളും നമ്മളെ കൈവിടാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് സിറി പറഞ്ഞല്ലോ, നമ്മുടെ സഭയിൽ ഒരെണ്ണം പോലും കുറയാതെ ദൈവം നമ്മളെ കൊണ്ടുവന്നല്ലോ. ഞങ്ങളെ വാർഡിലേക്ക് മാറ്റി. അവിടെ അക്കോമഡേഷൻ എല്ലാം റെഡിയായി. ഞങ്ങൾ ആ ഡേ റൂമിൽ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഇവൻ്റെ സെയിം അസുഖം വന്ന ഒരു 6.5 ആഴ്ച പ്രായമുള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് അവിടെ 68 ദിവസമാണ് നിന്നത്. പക്ഷെ അടിയൻ്റെ മേൽ ദൈവം മനസ്സലിഞ്ഞു, കുടുംബത്തിൻ്റെ മേൽ മനസ്സലിഞ്ഞു. 18 ദിവസം ഹോസ്പിറ്റലിൽ നിന്നു. അവൻ്റെ ഫാസ്റ്റ് റിക്കവറി ഉണ്ട്. ഡോക്ടർമാർ വരെ പറഞ്ഞു ഹി ഈസ് ഡൂയിങ് ഗുഡ്. ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓൾ ഗോഡ്സ് മേഴ്സീസ്. അവനെ നോക്കുന്ന നഴ്സുമാരോടും ഡോക്ടർമാരോടും ഞങ്ങൾ ഒരേ കാര്യം പറഞ്ഞുള്ളൂ, ഈ ലോകത്തിൽ പലയിടത്തും ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരും ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണയാണ്. പലപ്പോഴും അവൻ്റെ ഇപ്പം മെഡിസിൻ എല്ലാം അവർ സ്റ്റോപ്പായി. ഇനി അതിൻ്റെ ഒരു വിഡ്രോവൽ സിംറ്റം അവനിൽ വരാൻ പാടില്ല. അവൻ്റെ ശരീരത്തെ വൂണ്ടുകളുണ്ട്, അത് ഉണങ്ങണം. അവരിനി ബാക്ക് ടു നോർമലായിട്ട് അവൻ നടക്കണം. നാളെ ഞങ്ങൾക്ക് ഇവിടെ വീണ്ടും GP ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇനി ഫോളോ അപ്പ് എല്ലാം ന്യൂകാസിലായിരിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ആ സംഭവം വെച്ച് ഞാൻ പറയാം. അന്ന് ഞങ്ങൾ ആ ഒരു സമയങ്ങൾ ഞങ്ങൾ എപ്പോഴും പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ, അവൻ എന്നും എന്നും മതിയായവൻ. അവൻ എന്നും എന്നും മതിയായവൻ. ഒരു നാളും ഇവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല. മറക്കുകയില്ല
യേശു എത്ര നൽസ്വസ്ഥൻ, ഇരുന്നാളും കൂകില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. ഈ പാട്ടിൻ്റെ ഉടനീളം എഴുതിയേക്കുന്ന ഓരോ പല്ലവികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആ സമയം ഞങ്ങൾക്ക് അറിയാൻ പറ്റി. സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുള്ള ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. ഇന്ന് ഞാൻ ഉറപ്പായിട്ടൊരു കാര്യം പറയാം, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതിലും അപ്പുറമായിട്ട് നിങ്ങൾക്കൊന്നും കേൾപ്പാനില്ല. കാരണം ആ സമയം ആ അവസ്ഥയിൽ ഞങ്ങൾ പോയപ്പോൾ വേറെ പല കുഞ്ഞുങ്ങൾ പല അവസ്ഥയിൽ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മാതാപിതാക്കളോട് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് അവർ പലരും 800 ദിവസം വരെ ആശുപത്രിയിൽ വാസമായിരിക്കുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം എത്ര ഭംഗിയായിട്ട് അവൻ വെക്കുന്നു. അവിടെ വേറൊരു മലയാളി ഫാമിലി ഞാൻ കാണാനിടയായി. അവർ 800 ദിവസമായിട്ട് കുഞ്ഞിനെ അവർ ആശുപത്രിയിലാണ്. വേറൊരു ഫാമിലി ഞാൻ കാണാനിടയായി. അവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം വലിയവനാണ്. അവരോടും പറഞ്ഞു, എൻ്റെ യേശു നിങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കും. അവരടുത്ത ദിവസം അവർ പറഞ്ഞു, നിൻ്റെ പ്രാർത്ഥന മൂലം എൻ്റെ കുഞ്ഞ് സൗഖ്യമായെന്ന്. നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ പലപ്പോഴും പല രീതിയിൽ പാഴാക്കി. നിങ്ങളേവരും എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു. അടിയനോടും അടിയൻ്റെ കുടുംബത്തിനോടും നിങ്ങൾ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ നന്മകൾക്കും ഈ സമയം ദൈവനാമത്തിൽ നിങ്ങളേവർക്കും നന്ദി പറഞ്ഞു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.